അപ്പം ഡെത്തിലേക്ക് കിടക്കാം. ഡെത്ത്. അപ്പൊ ഡെത്തില് എന്താണോ റിട്ടയർമെന്റ് സംഭവിച്ചത് സെയിം കാര്യം തന്നെയാണ് എവിടെയും നടക്കുന്നത്. ഡെത്തിലും നടക്കുന്നത്. ഓക്കെ. സെയിം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അല്ലെ? റിട്ടയർമെന്റിന് എന്താ നമ്മൾ പറഞ്ഞത്? റിട്ടയർമെന്റ് നമ്മൾ പറഞ്ഞത് എന്താ? അതായത് അവിടെ റിസർവ്സ് എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സ്, അതായത് ആരാണോ ആ ചേഞ്ച് ഡെത്തും റിട്ടയർമെന്റും ആക്ച്വലി രണ്ടിലും അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് ചിന്തിക്കുമ്പോൾ നടക്കുന്ന കാര്യം സെയിം ആണ്. ഒരു പാർട്ട്ണർ ആ ബിസിനസ്സിൽ നിന്ന് പോകുന്നു. ബട്ട് അതിന്റെ റീസൺ ഒന്ന് വളണ്ടറി തീരുമാനമെടുത്ത് അയാൾ ഇറങ്ങിപ്പോകുന്നതാണ്. മറ്റേത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു ഇവന്റ് കാരണം അയാൾ ബിസിനസ്സിൽ നിന്ന് പോകുന്നതാണ്. സ്റ്റിൽ രണ്ടിനും വരുന്ന എഫക്റ്റ് അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്ന സമയത്ത് രണ്ടും സെയിം കാര്യം തന്നെയാണ്. ഓൾറെഡി ഉള്ളൊരു പാർട്ട്ണർ ആ പാർട്ട്ണർഷിപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പോകുന്നു. അപ്പൊ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ മൊത്തം നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അയാൾക്ക് ഇതുവരെ കൊടുക്കാണ്ട് മാറ്റിവെച്ച റിസർവ്സ് അതിൽ അയാൾക്കും അവകാശമുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? അതെല്ലാവർക്കും ഓൾഡ് പാർട്ട്നേഴ്സ് ചെയ്ത റേഷ്യോയിൽ കൊടുക്കുക. പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ ഓൾഡ് റേഷ്യോയിൽ കൊടുക്കുക. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഗുഡ്വില് അല്ലെ, ഗുഡ്വില്ലിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അയാൾ പോകുന്ന അയാളായിരിക്കും ആര്? സാക്രിഫൈസിങ് പാർട്ണർ. നോർമലി പോകുന്ന ഡെത്ത് സംഭവിച്ച അല്ലെ റിട്ടയർ ആയ അയാൾ ആ ഒരു പാർട്ട്ണർക്ക് മാത്രമായിരിക്കും നോർമലി ആണ്. ചിലപ്പോൾ വേറൊരാൾക്കും സംഭവിക്കാം. നമ്മൾ നോക്കണം. ഓക്കെ. അപ്പൊ നോർമലി അയാൾക്ക് എന്തായിരിക്കും? ആ റിട്ടയർ ആവുന്ന ഡെത്ത് സംഭവിച്ച പാർട്ട്ണർക്ക് നമുക്ക് ഉറപ്പാണ് അല്ലെ, ആ ഡെത്ത് സംഭവിച്ച പാർട്ട്ണറുടെ കേസിൽ നമുക്ക് ഉറപ്പാണ് അവിടെ എന്ത് സംഭവിക്കും? സാക്രിഫൈസ് സംഭവിക്കും. ആ സാക്രിഫൈസ് മറ്റു ചില പാർട്ട്നേഴ്സിന് എന്ത് വരുന്നുണ്ട്? ഗെയിൻ വരുന്നുണ്ട്. അപ്പം ആർക്കൊക്കെയാണ് ഗെയിൻ വരുന്നത്? അവരെന്ത് ചെയ്യണം? അവർ ഗെയിൻ വന്ന റേഷ്യോയില് ആ സാക്രിഫൈസ് ചെയ്യുന്ന ഡെത്ത് സംഭവിച്ച പാർട്ട്ണർക്ക് എന്ത് കൊടുക്കണം? ഗുഡ് വില്ലിന്റെ ഷെയർ കൊടുക്കണം അല്ലെ. അതാണ് നമ്മൾ ജനറലി ഡിസീസിലെ പാർട്ട്ണർക്കായിരിക്കും എന്ത് സംഭവിക്കുക? സാക്രിഫൈസ് സംഭവിക്കുക. ഡെത്തിന്റെ കേസിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ. പിന്നെ സാധാരണ ചെയ്യുന്നവർ എന്ത് ചെയ്യണം? അസറ്റിന്റെ റീവാലുവേഷൻ, നെറ്റ് വർത്തിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ആ പ്രോഫിറ്റോ ലോസോ എന്താണോ ചേഞ്ച്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എല്ലാവരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കും അവർ ഓൾഡ് റേഷ്യോയിൽ. ബട്ട് ഇവിടെ ഡെത്തിന്റെ കേസിലെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് പ്രീ പ്ലാൻഡ് അല്ല. അതായത് സഡൻ ആയിട്ട് എമർജൻസി അല്ലെ, പെട്ടെന്ന് സഡൻലി സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഡെത്ത് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ റിട്ടയർമെന്റിലെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു ഇയർ എൻഡ് കഴിഞ്ഞ ഉടനെ ആയിരിക്കും 31 മാർച്ച് അല്ലെ 1 ഏപ്രിലൊക്കെ ആയിരിക്കും റിട്ടയർമെന്റ് നടക്കുക. ഓക്കെ. അങ്ങനെ തന്നെ നടക്കണം എന്ന് നിർബന്ധമില്ല. ബട്ട് നമ്മളെ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ പോകുന്നത് പൊതുവെ ഫൗണ്ടേഷന്റെ കേസിലെ ക്വസ്റ്റ്യൻസിൽ എപ്പോഴും റിട്ടയർമെന്റ് നടക്കുന്നത് ഒരു ഇയർ എൻഡിലായിരിക്കും. അപ്പൊ ഇയർ എൻഡ് ആകുന്ന ഗുണം ഓൾറെഡി ആ ലാസ്റ്റ് ഇയർ വരെയുള്ള ബാലൻസ് ഷീറ്റ് ഒക്കെ വരച്ച് അതുവരെ കൊടുക്കാനുള്ള പ്രോഫിറ്റ് ഒക്കെ കൊടുത്ത് അതുവരെയുള്ള പ്രോഫിറ്റ് ഒക്കെ ബാലൻസ് ഷീറ്റിൽ വന്നിട്ടുണ്ടാവും. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അല്ല, ഇയർ എൻഡ് ആയത് കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് പ്രോഫിറ്റ് എല്ലാം ബാലൻസ് ഷീറ്റിൽ വന്ന് വൃത്തിയിലൊരു അവസാനം ആ റിട്ടയർമെന്റ് സംബന്ധിച്ച് തൊട്ട് മുമ്പത്തെ ബാലൻസ് ഷീറ്റ് ഉണ്ടാവും. അപ്പൊ ആ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് അതിൽ കൊടുക്കാൻ ബാക്കിയുള്ള റിസർവ്സ് കൊടുത്താൽ മതി. അതിലുള്ള വാല്യൂസിന് നെറ്റ് അസറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, നെറ്റ് വർത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ, റീവാലുവേഷൻ ത്രൂ നോക്കിയാൽ മതി. ഇതിന് പുറമെയുള്ള ഗുഡ്വിൽ ചെക്ക് ചെയ്താൽ മതി. ബട്ട് ഡെത്ത് സംഭവിക്കുക സഡൻ ആയതുകൊണ്ട് ആ ഡെത്ത് സംഭവിക്കുന്ന പോയിന്റിന് തൊട്ട് മുമ്പത്തെ ബാലൻസ് ഷീറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ ഡെത്ത് ഇപ്പൊ സംഭവിക്കുന്നത് ഒരു 30th സെപ്റ്റംബറിനാണെങ്കിൽ ആ 30th സെപ്റ്റംബറിന്റെ വരെയുള്ള ബാലൻസ് ഷീറ്റ്, അതുവരെയുള്ള പ്രോഫിറ്റും കാര്യങ്ങളും അതുവരെയുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ബാലൻസ് ഷീറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഓക്കെ. നമ്മുടെ കയ്യിൽ പൊതുവെ ഉണ്ടാവുക എന്താ? ആ 30th സെപ്റ്റംബർ തൊട്ട് മുമ്പത്തെ 31st മാർച്ചിലെ ബാലൻസ് ഷീറ്റ് ആയിരിക്കും. ആ 31st മാർച്ച് വരെ നടന്ന കാര്യങ്ങളെ എഫക്റ്റ് വരുന്ന ബാലൻസ് ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. ഓക്കെ. അതിനുശേഷം ഈ സമയം വരെ കുറെ ബിസിനസ് റൺ ചെയ്തിട്ട് പല മാറ്റങ്ങളും ഈ ബാലൻസ് ഷീറ്റിൽ വന്നിട്ടുണ്ട്. മെയിൻലി അതുവരെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം? അതുവരെ പുതുതായിട്ട് പ്രോഫിറ്റ് ബിസിനസ് റൺ ചെയ്തിട്ട് അതുവരെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ. അൾട്ടിമേറ്റ്ലി ചിലപ്പോൾ ബാലൻസ് ഷീറ്റിൽ ബാക്കിയുള്ള അസറ്റിന്റെയും മറ്റുള്ള കാര്യങ്ങളൊന്നും വലിയ ചേഞ്ചസ് വന്നിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അതുവരെ കുറച്ച് എന്ത് ജനറേറ്റ് ആയിട്ടുണ്ടാവും? പ്രോഫിറ്റ് ജനറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതുവരെയുള്ള പ്രോഫിറ്റിലും കൂടി, അതായത് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ബാലൻസ് ഷീറ്റിൽ ഈ 31st മാർച്ച് വരെ ഈ സെപ്റ്റംബർ വരെ നടന്ന പ്രോഫിറ്റിന്റെ എഫക്റ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പം അതിന് മുമ്പത്തെ ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാനുള്ള പൈസയും കൊടുക്കാം. ബട്ട് അതിന്റെ ഇടയിൽ സംഭവിച്ച ഈ ഒരു ചേഞ്ചസ് ഇല്ലേ, ആ പീരീഡിലുള്ള പ്രോഫിറ്റും അതിലും ആർക്ക് അവകാശമുണ്ട്? ഈ ഡെത്ത് സംഭവിച്ച ഡിസീസിലെ പാർട്ട്ണർക്ക് റൈറ്റ് ഇല്ലേ? അപ്പൊ അയാൾക്ക് അതിന്റെയും ഷെയർ വേണ്ടേ? സോ നമ്മൾ ഈ ഡെത്ത് സംഭവിച്ച പീരീഡ് വരെയുള്ള പ്രോഫിറ്റിന്റെ ഷെയർ, ഓക്കെ, പ്രോഫിറ്റ് അപ് ടു ദി ഡെത്ത്,
അതുവരെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി കൊടുക്കുന്ന അത് എക്സ്ട്രാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു പീരീഡിൽ ആ ഒരു 30th സെപ്റ്റംബർ ആണ് 6 മന്ത് അല്ലേ, ആ 6 മന്ത് വരെയുള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആ പ്രോഫിറ്റിന്റെ 6 ഷെയർ മാത്രം മറ്റുള്ള പാർട്ട്നേഴ്സിന് ഇപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഇയർ എൻഡ് ആകുമ്പോൾ കൊടുക്കാം. ഈ ഡിസീസ്ഡ് പാർട്ട്ണർ ആ 6 മന്ത് വരെയുള്ള പ്രോഫിറ്റ് മാത്രം കണ്ടുപിടിച്ചിട്ട് അതിൽ ഡിസീസ്ഡ് പാർട്ട്ണർ ഷെയർ മാത്രം ഇപ്പോഴേ ആർക്ക് കൊടുക്കേണ്ടി വരും, ഡിസീസ്ഡ് പാർട്ട്ണർക്ക് കൊടുക്കേണ്ടി വരും അല്ലേ. പിന്നെ അതേപോലെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെ, നിങ്ങൾക്ക് അറിയാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊക്കെ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഏത് വരെ കൊടുത്തേ പറ്റുള്ളൂ, ഡെത്ത് നടന്ന ആ പോയിന്റ്. കാരണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒക്കെ സാധാരണ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ വർഷം എല്ലാം ഇയർ എൻഡ് വരെ കൊടുത്തിട്ടുണ്ടാവും. ബട്ട് ഈ ഇയർ എൻഡിന് ശേഷം 30 സെപ്റ്റംബർ വരെ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മൾ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ര FSന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ മാർച്ചിലേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. അപ്പൊ ഒന്നും കൊടുത്തിട്ടില്ല. ഇയർ എൻഡ് ആവുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുവെ എന്ത് ചെയ്യുള്ളൂ, കൊടുക്കുള്ളൂ. അപ്പൊ പെട്ടെന്ന് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതുവരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലൊക്കെ അങ്ങനെ കമ്പനി, അങ്ങനെ ഒരു ബിസിനസ്സിന് ഫേമിന് അങ്ങനെ ഒരു പോളിസി ഉണ്ട്, അങ്ങനെ ഒരു ശീലമുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്ന ശീലമുണ്ട്. അത് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എടുത്ത് പറയും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ആ 6 മാസത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് അതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അപ്പൊ മെയിൻ ആയിട്ട് ഈ 2 കാര്യങ്ങൾ അങ്ങനെ വരാറുള്ളൂ. അതില് അധികം വരും ഏതായിരിക്കും, പ്രോഫിറ്റ് അപ് ടു ദി ഡെത്ത് ആയിരിക്കും എപ്പോഴും വരാറ്. റയർ കേസ് ആയിട്ട് ചിലപ്പോൾ എന്ത് വരാം, ഇൻട്രസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ അങ്ങനെ പറയുന്ന ഈ 2 കാര്യം അഡീഷണലി പറയാറുള്ളൂ. ആ പറയുന്ന കാര്യങ്ങൾ അഡീഷണലി എന്ത് ചെയ്യണം, ഒന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ആർക്ക്, ഈ ഡിസീസിന്റെ പാർട്ട്ണർക്ക് മാത്രം, ഡെത്ത് സംഭവിച്ച പാർട്ട്ണർക്ക് മാത്രം എന്ത് ചെയ്യുക, ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക, അഡീഷണലി കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ റിട്ടയർമെന്റ് നമ്മൾ പറഞ്ഞു ഫൈനലി കൊടുക്കാനുള്ള മൊത്തം എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല, ആ പാർട്ട്ണറെ തന്നെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റും. അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതെന്ന് കാണിക്കും. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറയുന്നത് ആ പാർട്ട്ണർ ഇപ്പൊ ഡെത്തിന്റെ കേസിൽ ആ ഡിസീസ്ഡ് പാർട്ട്ണർ ഇപ്പൊ ജീവനോടില്ല. അപ്പം അതിന്റെ സെറ്റിൽമെന്റിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ലെങ്കിൽ ആ ഡെത്ത് സംഭവിച്ച ഡിസീസ്ഡ് പാർട്ട്ണറെ ലോൺ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരാളില്ല. അപ്പൊ അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ അത് ആരെ അക്കൗണ്ടിലേക്കാണ് മാറ്റാം, പാർട്ട്ണർ എക്സിക്യൂട്ടർ, അതായത് ലീഗൽ റെപ്രസെന്റേറ്റീവ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, അവരുടെ അക്കൗണ്ടിലേക്കാണ് അത് എന്ത് ചെയ്യേണ്ടത്, മാറ്റേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ആകുന്ന സമയത്തുള്ള ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ക്വസ്റ്റ്യനിൽ അത്യാവശ്യം ഡെപ്തിൽ അറിയേണ്ട കാര്യങ്ങൾ, അതായത് ബേസിക് ആയി അറിയേണ്ട കാര്യങ്ങളെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം റിയാക്കിയ അല്ല, നല്ല രസമില്ല. ഓക്കെ, അതായത് നിങ്ങൾ ഓൾറെഡി ചിലപ്പം കണ്ടുപരിച്ചുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കാം. ഓക്കെ, ബട്ട് അതായത് DRK ഫാബ്രിക്സ് എന്നുള്ള ഫേമിന്റെ 2:1:2 പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആയിരുന്നു. ഓക്കെ, ഇതായിരുന്നു അവർ 31 മാർച്ച് 2022 ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തു 30th സെപ്റ്റംബർ 2022 ആയപ്പോൾ, ഓക്കെ, അതായത് ഒരു 6 മന്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചടാ, അതിലൊരു പാർട്ട്ണറായ കിയക്ക് എന്ത് സംഭവിച്ചു, ഡെത്ത് സംഭവിച്ചു. ഓക്കെ, അതായത് ആ പാർട്ട്ണർ ഡെത്തായി അല്ലെ. ഓക്കെ, ഡെറ്റ്. അപ്പോൾ പാർട്ട്ണർ ബി അലൗഡ് അല്ലെ, പാർട്ട്നേഴ്സിന് നോർമലി 12% ഞാൻ പറഞ്ഞിട്ടുണ്ട് നോർമലി. ഓക്കെ, ഡെത്തിന്റെ കേസിൽ നോർമലി എന്തൊക്കെ കൊണ്ടുവരും, ഡിസീസ്ഡ് പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്ന സിറ്റുവേഷൻ ഒക്കെ വരാം. ഓക്കെ, അപ്പൊ സാധാരണ റിട്ടയർമെന്റിൽ പുറമെ അഡീഷണലി വരാൻ സാധ്യതയുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ലാസ്റ്റ് ബാലൻസ് ഷീറ്റും ഡെത്ത് സംഭവിക്കുന്നില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ 6 മന്ത് അല്ല, ആ 6 മന്ത് പീരീഡ് വരെയുള്ള പ്രോഫിറ്റും ആ പീരീഡ് വരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിലേക്ക് അഡീഷണലി ഡിസീസ്ഡ് പാർട്ട്ണർക്ക് മാത്രം അഡീഷണലി കൊടുക്കുന്ന ഒരു എൻട്രിയും കൂടി നമ്മൾ കാണിക്കേണ്ടി വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നോർമലി 12% പെർ ആനം, ഒരു കൊല്ലത്തേക്ക് 12% എന്ത് കൊടുക്കാറുണ്ട്, ഇൻട്രസ്റ്റ് കൊടുക്കാറുണ്ട്. അതുപോലെ ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ വേണ്ടി 1 ഇയർ പർച്ചേസ് ആണ്, ഒറ്റ ഇയർ. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് തന്നെയായിരിക്കും എന്ത് ഗുഡ് വിൽ വരെ, കാരണം 1 ഇയർ പർച്ചേസ് ആണ്. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 1, അപ്പൊ എന്ത് തന്നെയായിരിക്കും, ആവറേജ് പ്രോഫിറ്റ് തന്നെയായിരിക്കും. ഓക്കെ അല്ലെ, ആ രീതിയിലാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഗുഡ് വിൽ. ഓക്കെ, എത്ര വർഷത്തെ പ്രിസീഡിങ് 4 ഇയേഴ്സ് അല്ലെ, 4 ഇയേഴ്സിന്റെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അല്ലെ, 4 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്.
ബട്ട് ഈ പ്രോഫിറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പ്രോഫിറ്റ് എന്താ, ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. അതായത് വർഷത്തെ, ഓക്കെ, അതായത് ആ റെസ്പെക്റ്റീവ് വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന ഫിഗർ എത്രയാണോ ആ ഫിഗർ കുറക്കാത്ത പ്രോഫിറ്റ് ആണ് ഇത്. ബട്ട് ഇവിടെ പറയുന്നുണ്ട് ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം, ആഫ്റ്റർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് എന്താണോ ആ നെറ്റ് പ്രോഫിറ്റിന്റെ മുകളിലാണ് എന്ത് കണ്ടുപിടിക്കേണ്ടത്, ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത്. അതിനർത്ഥം ഈ പ്രോഫിറ്റ് എന്നൊക്കെ ആദ്യം എന്ത് കുറക്കണം, അതായത് ആ റെസ്പെക്റ്റീവ് ഇയേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കണം. അപ്പൊ ആ റെസ്പെക്റ്റീവ് ഇയേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കണമെങ്കിൽ ആ റെസ്പെക്റ്റീവ് ഇയേഴ്സിന്റെ ക്യാപിറ്റൽ ഫിഗർ എത്രയാണെന്നുള്ളത് നമുക്ക് അറിയണം. അതായത് 2018-19 അല്ലെ 2018-19 എന്നുള്ള വർഷത്തിൽ ഓപ്പണിംഗിൽ തുടക്കത്തിൽ എത്ര ക്യാപിറ്റൽ ഉണ്ടായിട്ടുണ്ട്, ഓക്കെ, ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞാൽ മാത്രമേ ആ വർഷത്തെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അല്ലാതെ ഈ ക്യാപിറ്റലിന്റെ മുകളിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താ, ഈ വർഷം, അതായത് 2022-23 തുടക്കത്തിലുള്ള അല്ലെങ്കിൽ 2021-22 അവസാനമുള്ള ക്യാപിറ്റലാണ്. ഓക്കെ, ആ ക്യാപിറ്റലിന്റെ മുകളിൽ ആയിരിക്കില്ല അതിന് മുമ്പത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടാകും. അതായത് വർഷത്തെ റെസ്പെക്റ്റീവ് ക്യാപിറ്റൽ ബാലൻസ് എന്താണോ അതിന്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് ചാർജ് ചെയ്യുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചാർജ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഫിഗറിന്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒക്കെ തെറ്റായിരിക്കും. അപ്പം നമുക്ക് എന്തറിയണം, ആ റെസ്പെക്റ്റീവ് ഇയേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എമൗണ്ട്, ക്യാപിറ്റൽ ബാലൻസ് എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല്, ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ആ വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്തതെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ സെപ്പറേറ്റ് ഓരോ വർഷത്തെ ക്യാപിറ്റൽ ബാലൻസ് പറയണം, ഓക്കെ. അല്ലാണ്ട് ഈ വർഷത്തെ ക്യാപിറ്റൽ, ഈ ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ ഫിഗറിന്റെ മുകളിൽ ഈ വർഷത്തെ, അതായത് ഇപ്പൊ ഡെത്ത് സംഭവിച്ച ആ വർഷം ഉണ്ടല്ലോ, ആ വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ മുകളിൽ എന്താ പറയുക കമ്പ്യൂട്ട് ചെയ്യാം. കാരണം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന വർഷത്തെ ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കും, 2022-23. അവിടെ അതിന്റെ മുമ്പത്തെ ഒക്കെ വർഷത്തെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വേറെയാണ്, ഓക്കെ. അതിൽ ചേഞ്ചസ് ഒക്കെ വന്ന ഫിഗർ ആയിരിക്കും ഇത്. അപ്പൊ ഇതിന്റെ ചിലപ്പോൾ ഇതിനേക്കാളും ചെറിയ ഫിഗർ ആയിരിക്കും അതിന് മുമ്പത്തെ കൊല്ലത്തെ ക്യാപിറ്റൽ. അപ്പൊ ചെറിയ ഇൻട്രസ്റ്റ് വരും, ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇവിടെ ടോട്ടൽ ഇപ്പൊ എത്ര ഇത് ആഡ് ചെയ്യുമ്പോൾ 4 lakh വരുന്നില്ലടാ, കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ അതിന് വേണ്ടിതാ അടിയിൽ പറയുന്നത് ആവറേജ് ക്യാപിറ്റൽ ഡ്യൂറിംഗ് ദി പ്രിസീഡിംഗ് 4 years. അപ്പൊ കഴിഞ്ഞ ഓരോ വർഷത്തെ റെസ്പെക്റ്റീവ് ഇയേഴ്സിന്റെ ക്യാപിറ്റൽ ഫിഗർ തരുന്നതിന് പകരം ഏകദേശം എല്ലാ വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് എത്ര, 3 lakh. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഏകദേശ ക്യാപിറ്റൽ ഫിഗർ തന്നു. അപ്പൊ ഇതിന്റെ മുകളിൽ എന്ത് ചെയ്താൽ മതി, 12% മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും, അല്ലെ? 3 lakhന്റെ 12%, അല്ലെ? 3 lakhന്റെ 12, അപ്പൊ 36,000. അപ്പൊ എല്ലാ വർഷത്തും എന്ത് കുറച്ചാൽ മതി, 36,000 കുറച്ചാൽ മതി. ഓക്കെ, കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഓരോരോ, അതായത് വർഷത്തെ റെസ്പെക്റ്റീവ് ഇയേഴ്സിന്റെ ക്യാപിറ്റൽ ഫിഗർ വേണമായിരുന്നു, ബട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം ഒരു ആവറേജ് ക്യാപിറ്റലാണ് തന്നത്. അപ്പൊ ആവറേജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ വർഷത്തെ ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള ക്യാപിറ്റൽ എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ആ ആവറേജ് ക്യാപിറ്റലിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് അത് കുറച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിട്ട് കറക്റ്റ് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഈ ഓരോ വർഷത്തെ കറക്റ്റ് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ആ നെറ്റ് പ്രോഫിറ്റ്, അല്ലെ, ആ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് എന്ത് ഫൈൻഡ് ചെയ്യേണ്ടത്, ഗുഡ് വില്ലിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യേണ്ടത്, ആവറേജ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ആവറേജ് നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലടാ? ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ബാക്കി നമുക്ക് സോൾവ് ചെയ്യാം. അത് ക്വസ്റ്റ്യൻ. അപ്പൊ എപ്പോഴും നല്ലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഫുള്ളി വായിച്ച് ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ചിലപ്പം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് താഴോട്ടൊക്കെ വരും. അതായത് ക്വസ്റ്റ്യന്റെ ബിലോ ആയിട്ട് താഴേലൊക്കെ ആയിട്ടായിരിക്കും എന്തെങ്കിലും മേലത്തെ കാര്യം അടിയത്തെ കാര്യം തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഒക്കെ വരാം. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ്ലി കിട്ടണമെങ്കിൽ ക്വസ്റ്റ്യൻ ആദ്യം ഫുള്ളി വായിച്ചൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരു ഏകദേശം പിക്ചർ ഉണ്ടാക്കി. ഓക്കെ, ഇങ്ങനെയൊക്കെ വരണം ക്യാപിറ്റലിനെ പറ്റിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോഫിറ്റ് ടിൽ ദി ഡേറ്റ് ഓഫ് ഡെത്ത്, അല്ലെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഡെത്ത് സംഭവിച്ച വരെയുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യണം, കൊടുക്കണം എന്നാണ്. ഓക്കെ, അസേർട്ടൈൻ ഓൺ ദി ബേസിസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ്. അപ്പൊ ഈ 6 മന്തിന്റെ പ്രോഫിറ്റ് കൊടുക്കണമെങ്കിൽ ഈ 6 മന്തിൽ എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയണം. അപ്പൊ കറക്റ്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഈ 6 മന്തിന്റെ വരെയുള്ള ട്രേഡിങ്ങും P&L അക്കൗണ്ടൊക്കെ വരച്ചിട്ട് വേണം നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഈ ഡെത്ത് സംഭവിച്ച് ഓൾറെഡി ഡെത്ത് സംഭവിച്ച ഒരു പാർട്ട്ണർ പോയി, പിന്നെ ഓൾറെഡി ബിസിനസ് റൺ ചെയ്യേണ്ട തിരക്കായിരിക്കും. അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽ ട്രേഡിങ്ങും P&L ഒക്കെ വരച്ച സമയം കളയാൻ
ചിലപ്പോൾ ഇവർക്ക് ടൈം ഉണ്ടാകും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, നമ്മൾ ഗുഡ് വില്ലിന്റെ കേസിലൊക്കെ ചെയ്യുന്നത് പോലെ മുമ്പത്തെ വർഷത്തെ പ്രോഫിറ്റ് എടുത്തിട്ട് അതേ പ്രോഫിറ്റ് തന്നെയായിരിക്കും ഈ വർഷവും ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള അസംഷനിലേക്ക് പോവാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് അത് എടുക്കേണ്ടത്. അപ്പം നോർമലി എടുക്കേണ്ടത് നമ്മൾ നോർമലി എടുക്കുക, പ്രീവിയസ് കുറച്ച് വർഷങ്ങളെ പ്രോഫിറ്റ് എടുത്തിട്ട് അതിന് എന്ത് കണ്ടുപിടിക്കും, ആവറേജ് ഒരു ഏകദേശ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് ആ ഏകദേശ പ്രോഫിറ്റ് തന്നെയായിരിക്കും ഈ വർഷം വരാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന രീതിയിൽ അസ്യൂം ചെയ്യും. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രീവിയസ് 4 ഇയേഴ്സിന്റെ ആവറേജ് പ്രോഫിറ്റ് ഫൈൻഡ് ചെയ്തിട്ട് അത് തന്നെയാണ് ഈ വർഷത്തെ പ്രോഫിറ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അസ്യൂം ചെയ്യാൻ പോകും. അപ്പൊ ഈ ഒരു വർഷത്തെ പ്രോഫിറ്റ് ആയിരിക്കും അതിനെ 6 മന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം ഇപ്പൊ 6 മന്തേ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ആവറേജ് പ്രോഫിറ്റ് ഒരു വർഷത്തെ ആയിരിക്കും, അതിനെ 6ലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ 6 മൊത്തം ആർക്ക് കൊടുക്കണ്ട, ഈ ഡിസീസ്ഡ് പാർട്ട്ണർക്ക് കൊടുക്കണം. ഡിസീസ്ഡ് പാർട്ട്ണർക്ക് ആ 6 മന്തിന്റെ അയാളെ ഷെയർ അല്ലെ, ആ കിയന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ എത്ര, 2/5 അത് മാത്രം കൊടുത്താൽ മതി. ആരും മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പൊ ചില ക്വസ്റ്റ്യൻ ഇപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കഴിഞ്ഞ 4 വർഷത്തെ ആവറേജ് എടുക്കാം. ചില ക്വസ്റ്റ്യനിൽ പറയും കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് തന്നെയാണ് ഈ വർഷത്തെ പ്രോഫിറ്റ് എന്ന് അസ്യൂം ചെയ്യാൻ പറയും. അപ്പൊ പിന്നെ ആവറേജ് ഒന്നും കണ്ടുപിടിക്കണ്ട, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ലാസ്റ്റ് ഇയറിന്റെ പ്രോഫിറ്റ് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രൊവൈഡ് ചെയ്ത പ്രോഫിറ്റ് തന്നെ ഈ വർഷത്തെ പ്രോഫിറ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, അസ്യൂം ചെയ്താൽ മതി. അപ്പൊ ക്വസ്റ്റ്യൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എടുക്കുക. ഓക്കെ, എല്ലാന്നാണെങ്കിൽ ഇതേപോലെ എന്തായിരിക്കും, നോർമലി എപ്പോഴും എന്തായിരിക്കും, കഴിഞ്ഞ പ്രീവിയസ് കുറച്ച് അധികം വർഷങ്ങൾ എന്തെടുക്കും, ആവറേജ് പ്രോഫിറ്റ് എടുക്കാറാണ് പതിവ്. ഓക്കെ, ബട്ട് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ഒരു കേസും വരാം, ഏതെങ്കിലും സിംഗിൾ ലാസ്റ്റ് ഇയറിന്റെ മാത്രമുള്ള പ്രോഫിറ്റ് തന്നെയാണ് ഈ വർഷത്തെ എന്നുള്ള രീതിയിൽ അസ്യൂം ഒക്കെ ചെയ്യും. അതൊക്കെ അവരെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള പോളിസി പോലെയാണ്. ഓക്കെ, അപ്പൊ ഡെത്ത് ഓഫ് ദി പാർട്ട്ണർ, അപ്പൊ ഡെത്ത് സംഭവിച്ച പാർട്ട്ണറുടെ ഡെത്ത് നടന്നു കഴിഞ്ഞാൽ ഷീ ഈസ് ടു ബി ക്രെഡിറ്റഡ് വിത്ത് ഹെർ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, ആ 6 മന്തിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റും ഇൻട്രസ്റ്റും ക്യാപിറ്റലിലേക്ക് കൊടുക്കണം. ഏത് സംഭവിച്ചവരെ, ഡെത്ത് സംഭവിച്ചത് വരെയുള്ള 6 മന്ത്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മാന്യന്മാരാണ്, നമ്മളത് കൊടുക്കും, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, യാ നെക്സ്റ്റ്, ആഫ്റ്റർ ഡെത്ത് ഓഫ് കിയറിന്റെ ഡെത്ത് സംഭവിച്ചതിന് ശേഷം 2 lakh ഇൻഷുറൻസ് കമ്പനി അഗേൻസ്റ്റ് റിട്ടയർമെന്റിന്റെ കേസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. JLP റിട്ടയർമെന്റ് നടക്കുന്ന സമയത്ത് JLPയിൽ കിട്ടിയ ഏത് വാല്യൂ ആയിരിക്കും, സറണ്ടർ വാല്യൂ അല്ലെ, സറണ്ടർ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, വീതിച്ചെടുക്കേണ്ടി വരിക. കാരണം അവിടെ ആക്ച്വലി ഡെത്ത് സംഭവിച്ചിട്ടില്ല. അപ്പം ഇവിടെ ഡെത്ത് സംഭവിച്ചുകൊണ്ട് JLPന്ന് എന്ത് എമൗണ്ട് തന്നെ കിട്ടും, ഇൻഷുറൻസ് എമൗണ്ട് തന്നെ കിട്ടും. എത്ര ഉണ്ട്, 2 lakh ഉണ്ട്. അപ്പം ബാലൻസ് ഷീറ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ JLP എത്ര കാണുന്നുണ്ട്, 60,000 കാണുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ, അതായത് റിട്ടയർമെന്റിൽ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, റിട്ടയർമെന്റിൽ പറഞ്ഞതുപോലെ തന്നെ എന്താ, ഇത് ഒരു അസറ്റ് പോലെ കണ്ടിട്ട് ഈ ഒരു JLPനെ 60,000 അസറ്റിന് ഇപ്പൊ എത്ര വാല്യൂ ആയതുപോലെ 2 lakh. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് 1,40,000 ഇൻക്രീസ് ആവുന്നത്. അത് എവിടെ കാണിച്ചാൽ മതി, റീവാലുവേഷനിൽ 1,40,000 ക്യാഷ് വന്ന പോലെ എന്ത് ചെയ്താൽ മതി, കാണിച്ചാൽ മതി, റീവാലുവേഷൻ ത്രൂ കാണിച്ചാൽ മതി. ഓക്കെ, ഒരു അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ആയതുപോലെ. ഓക്കെ അല്ലേ? പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അപ്രീഷിയേറ്റ് ചെയ്യണം, റീവാലുവേഷൻ. ഫർണിച്ചർ ഡിപ്രീഷിയേറ്റ് ചെയ്യണം, റീവാലുവേഷൻ. അല്ലെ, ഇൻവെന്ററി 80,000 ആക്കണം, ഇൻവെന്ററിന്റെ കറന്റ് വാല്യൂ എത്ര, 88, അപ്പൊ ഡിക്രീസ് ചെയ്യണം അല്ലെ, 740 ഉണ്ട്, അപ്പൊ 8,740 ഡിക്രീസ് ചെയ്യണം. ബാഡ് ഡെപ്റ്റ് എത്ര ഉണ്ട്, 1,760 ബാഡ് ഡെപ്റ്റ് ഉണ്ട്, എവിടുന്ന് കുറക്കണം, ഡെപ്റ്റേഴ്സിന് കുറക്കണം. ഇതൊക്കെ റിവാലുവേഷന്റെ കാര്യങ്ങളാണ്. ഫൈനലി ഇതൊക്കെ കഴിഞ്ഞിട്ട് റിവാലുവേഷൻ പ്രോഫിറ്റ് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ പാർട്ട്നേഴ്സും ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഫൈനലി കേക്ക് കൊടുക്കാനുള്ള പൈസ എന്തായാലും ഫുള്ളി ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ റിവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്, നമ്മളോട് വരച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെ, ക്വസ്റ്റിൽ ഒരു പിക്ചർ കിട്ടിയില്ലേ. അപ്പൊ ഇവിടെ എന്തുണ്ട്, റിസർവ്സ് ഉണ്ട്. ക്വസ്റ്റിന്റെ തുടക്കത്തിൽ അല്ലെ, ക്വസ്റ്റിന്റെ തുടക്കത്തിൽ ആരെ കണ്ടിട്ടുണ്ട്, റിസർവ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു ബാലൻസ് ഷീറ്റ്. അപ്പൊ റിസർവ് കൊടുക്കാനുണ്ട്, ഗുഡ് വിൽ കൊടുക്കാനുണ്ട്, പിന്നെ റീവാലുവേഷൻ ചെയ്യാനുണ്ട്. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, വാട്ടവർ എന്തോ ആയിക്കോട്ടെ നമ്മൾ നോർമലി ചെയ്യുക ഇതാണ്. റിസർവ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, റീവാലുവേഷൻ ചെയ്യണം, ഗുഡ് വില്ലിന്റെ കാര്യം നോക്കണം. ഇവിടെ ഡെത്തിന് അഡീഷണലി വരുന്നതാണ് പ്രോഫിറ്റിന്റെ ഷെയർ കൊടുക്കണം, ഇൻട്രസ്റ്റോ ക്യാപിറ്റലിന്റെ ഷെയറും കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അഡീഷണലി വരുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വരക്കാം, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആദ്യം വരക്കാം. അപ്പൊ ആരൊക്കെയുള്ള ദിയ, റിയ, കിയ അല്ലെ, ദിയ ആ ഓർഡറിൽ തന്നെ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ പ്രശ്നം വരും. ഓക്കെ, ദിയ, അതേപോലെ റിയ, പിന്നെ നമ്മളെ ഡിസീസിലെ പാർട്ട്ണറായ കിയ. ഇവര് 3 പേരല്ല ഉള്ളത്, ദിയ, റിയ, കിയ. ഓക്കെ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടായി. അതുപോലെ റീവാലുവേഷൻ അക്കൗണ്ടിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും നമ്മൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. എല്ലാം റെഡിയാണ് ഗൈസ്, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ തുടങ്ങിക്കോടെ. യെസ്,
അപ്പം ഫസ്റ്റ് ഏത് ക്യാപിറ്റൽ ബാലൻസ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ആവാം? ബൈ ബാലൻസ് ബ്രോ ഡൗൺ ത്രൂ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ് അല്ലെ? ബാലൻസ് ബ്രോ ഡൗൺ ത്രൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരാത്തത് 1,50,000 1,80,000 70,000 അല്ലെ? 1,50,000 1,80,000 1,50,000 1,80,000 1,70,000 ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ആ പാറ്റേൺ ഫോളോ അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ഉണ്ടോ നോക്കാം. ആദ്യം റിസർവ്സ് കൊടുക്കാം. ഏത് റേഷ്യോ? ഓൾഡ് റേഷ്യോ 2:1:2. അപ്പോൾ റിസർവ് എത്രയുണ്ടടാ? 1,40,000 റിസർവ് ഉണ്ട് അല്ലേ? ഏത് റേഷ്യോയിൽ? 2/5 1/5 അതേപോലെ പിന്നെയും 2/5 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? 1,40,000 ഡിവൈഡ് ബൈ 5 അല്ലേ? ഇൻറ്റു അതായത് 28,000 പിന്നെ 56,000 അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈ ജനറൽ റിസർവ് അല്ലെ? എന്താ ജനറൽ റിസർവ് എത്ര? ഓക്കെ, അതായത് ദിയക്കും കിയക്കും 56,000 വരും. ഓക്കെ അല്ലെ? മറ്റേത് എത്ര? 28,000 വരും. ക്ലിയർ അല്ലേ? 28,000 വരും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയല്ലേ? ഓക്കെ, കാര്യം ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്. നിങ്ങളിപ്പോ പ്രോ ലെവൽ ആയില്ലേ? ഇനിയിപ്പം നമ്മൾ അങ്ങനെ സിമ്പിൾ കാര്യങ്ങളൊക്കെ അങ്ങനെ മൈൻഡ് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളിപ്പം സീനല്ലേ? നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? റിവാലുവേഷൻ നോക്കണം, ഗുഡ് വിൽ നോക്കണം. അതാണ് ഗുഡ് വിൽ നോക്കാം അല്ലെ? ഗുഡ് വില്ലിന്റെ കേസ് നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഗുഡ് വിൽ. അപ്പൊ ആദ്യം ആവറേജ് പ്രോഫിറ്റ് ഫൈൻഡ് ചെയ്യണം. അപ്പൊ റിട്ടയർമെന്റിന്റെ അഡ്മിഷന്റെ ഒക്കെ കേസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് അതായത് ആവറേജ് പ്രോഫിറ്റ് ഫൈൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. ആവറേജിൽ 2 മെത്തേഡ് ഉണ്ട്, സിമ്പിൾ, വെയ്റ്റഡും. അപ്പൊ ഏത് മെത്തേഡ് ചൂസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വന്നില്ലേ? ക്വസ്റ്റ്യൻ മാർക്ക്. യെസ്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതായത് അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഞാൻ അതെങ്ങനെ ഫൈൻഡ് ചെയ്യുന്നുള്ളത് വേറൊരു ബേസ് ക്ലാസ്സിന്റെ ഡീപ്പായിട്ട് പറയുന്ന ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ലേ? അതിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇവിടെ പറയാം, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ട്രെൻഡ് കാണുന്നുണ്ട്, ഒരു ഇൻക്രീസിങ് ട്രെൻഡ്, കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ്, അതായത് ഇയർ ബൈ ഇയർ കണ്ടിന്യൂസ്ലി. ഓക്കെ, ഇയർ കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ആയി പോവാം, അല്ലെങ്കിൽ ഇയർ കൂടുന്നതിനനുസരിച്ച് ഡിക്രീസ് ആയിട്ട് പോവാം. ഓക്കെ, അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ, ഇൻക്രീസിങ് ട്രെൻഡോ അല്ലെങ്കിൽ ഡിക്രീസിങ് ട്രെൻഡോ ഉണ്ടെങ്കിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യുക? വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് യൂസ് ചെയ്യുക. അതർവൈസ് ഏതിലേക്ക് പോവാം? സിമ്പിൾ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻക്രീസ്. അപ്പൊ ഒരു വ്യക്തമായ പാറ്റേൺ ഇല്ല. ഒന്നിക്കൽ ഇൻക്രീസ് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ ഡിക്രീസ് മാത്രമായിരിക്കണം. അപ്പൊ ഇവിടെ രണ്ടും കൂടി മിക്സ്ഡ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഏത് മെത്തേഡ്? സിമ്പിൾ ആവറേജ് മെത്തേഡ്. അപ്പൊ ഇവിടെ സിമ്പിൾ ആവറേജ് മെത്തേഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഇതിന്റെയൊക്കെ ശരിക്കുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, ഈ 4 വർഷത്തെ. അപ്പൊ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. എല്ലാ വർഷത്തും ഇൻട്രസ്റ്റ് 36,000 കുറച്ചിട്ട് അല്ല, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചല്ലേ, ഇതൊക്കെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റാണ്. അതെന്ത് ചെയ്യണം? അത് കുറച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കറക്റ്റ് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫിഗേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് അതിന് ഡിവൈഡഡ് ബൈ 4 അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സിമ്പിൾ ആവറേജ് കിട്ടും. ഒന്നിക്ക് നമുക്ക് അങ്ങനെ ചെയ്യാം. ഈ ഓരോ പ്രോഫിറ്റിന് സെപ്പറേറ്റ്ലി 36,000 കുറച്ചിട്ടുള്ള ഫിഗർ കിട്ടും. ഓരോന്നിനും സെപ്പറേറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം, ശരിക്കുള്ള പ്രോഫിറ്റ്. എന്നിട്ട് ഡിവൈഡഡ് ബൈ 4 അതൊക്കെ ആഡ് ചെയ്യുക, സം ചെയ്യുക, ഡിവൈഡഡ് ബൈ 4. അതാണല്ലോ ആവറേജ് മെത്തേഡ് അല്ലെ? സിമ്പിൾ ആവറേജ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്റെ കാരണം ഈ 36,000 എന്ന് പറയുന്നത് സെയിം ആണ്, 4 വർഷവും സെയിം ആണ്. അപ്പൊ ഈ 36,000 4 വട്ടം ആഡ് ചെയ്തിട്ട് അതിന് ഡിവൈഡ് ബൈ 4 ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്ന എന്താ? അപ്പൊ ഈ 36,000 എഫക്ട് ഇതിലേക്ക് വരുന്നുണ്ടല്ലോ, ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതിന്റെ എഫക്ട് ഫൈനലി എന്ന് പറഞ്ഞാൽ അതിന്റെ ആവറേജ് 36,000 തന്നെയാണ്. അപ്പൊ ആവറേജ് പ്രോഫിറ്റിനെ ബാധിക്കാൻ വേണ്ടി പോകുന്നത് ആര് മാത്രം? ഈ 4 ആവറേജ് ആണ് എത്ര എന്നുള്ളത് നമുക്ക് കറക്റ്റ് തിരിയാത്തത്. ഇതിന്റെ ആവറേജ് എഫക്ട് 36,000 തന്നെയായിരിക്കും. 4 വട്ടം 36 ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 4 ചെയ്താലും എത്ര തന്നെ കിട്ടാം. അപ്പം ഇങ്ങനെ സെപ്പറേറ്റ്ലി ഓരോന്നും ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അതായത് ആദ്യം ഇതിനെ മാത്രം എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഓക്കെ, 1,62,000 പ്ലസ് 1,99,000 പ്ലസ് 1,87,000 പ്ലസ് 1,96,000 ആഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? 7,44,000 വരും. ഓക്കെ, ആവറേജ് ആണ്, ആവറേജ് പ്രോഫിറ്റ്. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് ഏത്? ബിഫോർ ഇൻട്രസ്റ്റിന് മുമ്പുള്ള ആവറേജ് പ്രോഫിറ്റ് എത്ര കിട്ടി? 7,44,000 അല്ലെ? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 4 ചെയ്ത് നമുക്ക് അതിന്റെ ആവറേജ് കിട്ടും. എത്ര? 1,86,000. എന്നിട്ട് ഇതിന് ഒറ്റയടിക്ക് ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രമായ 36,000 ഓരോന്നും 4 വട്ടം കുറയ്ക്കുന്നതിന് പകരം അതിന്റെ ആവറേജ് കണ്ടുപിടിച്ചു. ഇതിപ്പോ ഒരു വർഷത്തെയായി.
അതിന് ഒറ്റയൊരിക്കൽ എന്ത് ചെയ്താൽ മതി, 36,000 കുറച്ച് കളഞ്ഞാൽ മതി. എന്നേരം നിങ്ങൾക്ക് നേരത്തെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗറും, അതായത് നേരത്തെ നമ്മൾ സെപ്പറേറ്റ്ലി ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് കുറച്ചിട്ട് കിട്ടി ഈ ഫിഗർ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 4 ചെയ്താൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ആവറേജ് ക്യാപിറ്റലും ആവറേജ് പ്രോഫിറ്റും ഈ ആവറേജ് പ്രോഫിറ്റും സെയിം അല്ലേ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട്, ഞാൻ അതിന്റെ കൺസെപ്റ്റ് ഇതൊക്കെ തന്നെയാണ്, പക്ഷെ ഞാൻ ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ ചെറിയ രീതിയിലേ പറഞ്ഞുള്ളൂ. ഡീപ്പായിട്ട് പറഞ്ഞു പോയിട്ട് സമയം നീട്ടി വലിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആയിട്ട് തോന്നുന്നത്, ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ ആയിരിക്കുമല്ലോ. ജസ്റ്റ് 36,000 എല്ലാ വർഷവും കുറക്കണം, അത് കുറക്കാത്ത ഫിഗർ ആയതുകൊണ്ട് എന്നിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാം, അതെല്ലാവർക്കും ഓക്കെ ആയിരിക്കും. ബട്ട് ഈ പറഞ്ഞത് കത്തിയില്ലെങ്കിൽ ഇത് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ളത് ഇതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ആവറേജ് പ്രോഫിറ്റ് കിട്ടി. ഗുഡ് വിൽ എന്ന് പറയുന്നത് എന്താ, 1,50,000 ഇൻറ്റു 1 തന്നെയാണ്. അപ്പൊ ഗുഡ് വിൽ എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടും, 1,50,000 തന്നെ കിട്ടും. ഓക്കെ, ഇനി ഇത് എന്തിനാ കണ്ടുപിടിച്ച, ഇത് ആർക്ക് കൊടുക്കണം, സാക്രിഫൈസ് ചെയ്യുന്നത് ആരാ, കിയാണ് അല്ലെ. കിയക്ക് ഇത് മൊത്തം കൊടുക്കണം, വേണ്ട, കിയന്റെ ഷെയർ എത്ര, 2/5 ആണ്. 2/5 മാത്രം ആർക്ക് കൊടുത്താൽ മതി, കിയക്ക് കൊടുത്താൽ മതി. അപ്പൊ എത്ര, 60,000 അല്ലെ. 60,000 മാത്രം കിയക്ക് കൊടുത്താൽ മതി അല്ലെ. ഡിസീസിൽ പാർട്ട്ണർക്കാണ് സാക്രിഫൈസ് സംഭവിക്കുന്നത്, അയാൾക്കല്ലേ കൊടുക്കണ്ടേ അല്ലെ. അപ്പൊ അവക്ക് കൊടുക്കണം, അവക്ക് എത്ര, അവളെ ഷെയർ എത്ര, 60,000. ഇനി ഇത് ആരെ കൊടുക്കണം, ദിയയും റിയും ഏത് റേഷ്യോയിൽ കൊടുക്കണം, അവരെ ഗെയിനിങ് റേഷ്യോ, അവർക്ക് എത്ര ഗെയിന് വരുന്നുണ്ട് നോക്കണം. അപ്പൊ ഗെയിന് വരുന്നത് നോക്കണമെങ്കിൽ ആദ്യം അവരെന്താ, ന്യൂ റേഷ്യോ അറിയണം. ഓൾഡ് നമുക്കറിയാലോ 2:1:2 ആണ്. അപ്പൊ ന്യൂ അറിയണം അല്ലെ. ന്യൂ ക്വസ്റ്റ്യൻ നമ്മൾ എവിടെയെങ്കിലും വായിക്കുമ്പോൾ ന്യൂനെ പറ്റി കേട്ടിട്ടുണ്ടോ, ഇല്ല. ന്യൂനെ പറ്റിയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എവിടെയും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ, റിട്ടയർമെന്റിൽ പറഞ്ഞതുപോലെ, അതായത് ഒരു പാർട്ട്ണർ പോവുകയാണ്, ന്യൂ റേഷ്യോനെ പറ്റി എക്സ്പെഷ്യലി പ്രത്യേകിച്ച് ഒന്നും ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ആ പോകുന്ന ആളെ റേഷ്യോ എന്ത് ചെയ്യുക, അങ്ങ് ഇറേസ് ചെയ്യുക. അപ്പൊ ബാക്കിയുള്ളവർ എത്ര, 2:1. അപ്പൊ ന്യൂ റേഷ്യോ എത്ര, 2:1. അങ്ങനത്തെ ഒരു കേസ് ഞാൻ പറഞ്ഞു, ന്യൂ റേഷ്യോ സൈലന്റ് ആണെങ്കിൽ ഓക്കെ, റിട്ടയർമെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരെ ഗെയിനിങ് റേഷ്യോ അപ്പൊ എന്ത് തന്നെയായിരിക്കും, 2:1, അതായത് ന്യൂ റേഷ്യോ തന്നെയായിരിക്കും. ഓക്കെ, അതായത് അവർ തമ്മിലുള്ള ആ റേഷ്യോ തന്നെയായിരിക്കും ഗെയിനിങ് റേഷ്യോ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 60,000 ഏത് റേഷ്യോയിൽ ഇവർ രണ്ടുപേരും കൊടുക്കണം, 2:1 കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദിയ 60,000 എത്ര കൊടുക്കണം, 2:1 എന്ന് പറയുമ്പോൾ 2/3, അതായത് 40,000 ദിയയും ബാക്കിയുള്ള 20,000 അതായത് അതിന്റെ 1/3 അല്ലെ, അത് ആര് കൊടുക്കണം, റിയ കൊടുക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ എൻട്രി പാസ് ചെയ്തൂടെ, തീരുമാനമായില്ലേ. ഓക്കെ, എൻട്രി പാസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആര് കൊടുക്കണം, അതായത് കിയക്ക് കൊടുക്കണം. ആരൊക്കെ കൂടിയിട്ട്, ദിയയും റിയയും കൂടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി എത്ര കൊടുക്കണം, 60,000 കിയക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ അവരൊന്ന് എടുക്കണ്ടേ. ഓക്കെ, അപ്പൊ കിയ കാരണം ദിയന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 40,000 ഡെബിറ്റ് ആവും, റിയന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 20,000 എന്താവും, ഡെബിറ്റ് ആവും. ആ രണ്ട് ഫിഗറും കൂടി ടോട്ടൽ എത്ര കിയക്ക് കിട്ടിയടാ, 60,000 കിട്ടും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്ത് നോക്കാം. അപ്പൊ അത് കംപ്ലീറ്റ് ആയി. ഏത്, ഇപ്പൊ ഗുഡ് വില്ലിന്റെ കേസുമായി റിസർവിന്റെ കേസുമായി നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ, റീവാലുവേഷനിലേക്ക് കടക്കാം. ഓക്കെ, റീവാലുവേഷൻ ഫസ്റ്റ് തന്നെ ആരുണ്ട്, JLP പറ്റിയിട്ട് റീവാലുവേഷനിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞത് അല്ലെ. JLP ഫസ്റ്റ് തന്നെ റീവാലുവേഷനിൽ പറഞ്ഞിട്ടുള്ളേ അല്ലെ, JLP പറ്റിയിട്ടാണ് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ JLP 2 lakh അല്ലെ, 2 lakhന് JLP. അപ്പൊ JLP ഇവിടെ ഓൾറെഡി അസറ്റ് പോലെ ഓൾറെഡി എത്ര ഉണ്ട്, 60,000 ഉണ്ട് അല്ലെ. അപ്പൊ എത്ര, 1,40,000 അല്ലെ, 1,40,000 വന്നതായിട്ട് JLP ഇൻക്രീസ് അല്ലെ, ലാഭല്ലേ 2 അല്ലെ. JLP ക്യാഷ് വരുന്നുണ്ട്, JLP എത്ര, ഓക്കെ, അതായത് 1,40,000 ഇൻക്രീസ് ആയത്, മൊത്തം 2 lakh ക്യാഷ് വന്നിട്ടുണ്ട്. നമുക്ക് ബാലൻസ് ഷീറ്റ് വരക്കുമ്പോൾ ശ്രദ്ധിക്കണം, ബാലൻസ് ഷീറ്റിൽ ക്യാഷ് എത്ര വന്നതായിട്ട് കാണിക്കണം, 2 lakh ഇൻക്രീസ് ആയ പോലെ കാണിക്കണം. അതായത് ഇപ്പോൾ ഉള്ള ബാലൻസ് ഷീറ്റിൽ ഈ ബാങ്ക് ക്യാഷുള്ള ബാങ്ക് ഇവിടെ 2 lakh എക്സ്ട്രാ വന്നതായിട്ട് എന്ത് ചെയ്യണം, കാണിക്കണം. ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് വരക്കാൻ പറയുന്നുണ്ട്. അപ്പം 2 lakh പൈസ വന്നതായിട്ട് കാണും. JLP ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ JLP പൈസ കിട്ടാം. ഓക്കെ, അപ്പൊ അസറ്റിന്റെ സെയിലാണ് ആക്ച്വലി നടക്കുന്നത്. ആ സെയിൽ കാരണം ഇപ്പൊ പ്രോഫിറ്റ് എത്രയേ ഉള്ളൂ, 1,40,000. അത് മാത്രമേ നമ്മൾ പ്രോഫിറ്റ് വരുന്നത് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ, റീവാലുവേഷനിൽ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വെയിറ്റഡാ, നെക്സ്റ്റ് റീവാലുവേഷൻ അക്കൗണ്ടിൽ നെക്സ്റ്റ് വരിക, ലാൻഡ് ബിൽഡിംഗ് വാസ് അപ്രീഷിയേറ്റഡ് ബൈ 20% ഇൻക്രീസ് അല്ലെ. ലാൻഡ് ബിൽഡിംഗ് ഇപ്പൊ കറന്റ് എത്ര, 1,65,000 ഇൻറ്റു 20%, അപ്പൊ 33,000. ലാൻഡ് ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു, ലാൻഡ് ബിൽഡിങ്ങിൽ നിന്ന് 33,000 ഇൻക്രീസ് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് എന്താ,
ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ഫർണിച്ചർ ടു ബി ഡിപ്രീഷിയേറ്റ് എത്ര 10%, ഫർണിച്ചറിന് 10%, 75,000 7,500 ഡിപ്രീഷിയേറ്റ് ആണ് അല്ലെ, ഫർണിച്ചർ ഡിപ്രീഷിയേറ്റ് ചെയ്യാനാ പറഞ്ഞത് 7,500. നഷ്ടമാണ് ബ്രോ, നഷ്ടമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് ആരാ, ഇൻവെന്ററി ടു ബി റീവാലുഡ് അറ്റ് 80. നേരത്തെ നമ്മൾ നോക്കിയത് 80,000 80,000 ഇവിടെ എത്ര 88,740, അപ്പൊ 8,750. വടിയോ നഷ്ടം തന്നെ. ഇൻവെന്ററി കുറക്കണം. 8,740 കുറച്ചാലേ 80,000 ഇതിനെ എത്തിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഓക്കെ അല്ലേ, ദാറ്റ്സ് ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് ബാഡ് ഡെപ്റ്റ് അല്ലെ. ബാഡ് ഡെപ്റ്റ് അത് നോക്കേണ്ട ആവശ്യമില്ല, എമൗണ്ട് തന്നതല്ലേ, 1,760. ബാഡ് ഡെപ്റ്റ് നഷ്ടല്ലേ, ബാഡ് ഡെപ്റ്റ് 1,760 അല്ലെ, 1,760. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ റീവാലുവേഷൻ കംപ്ലീറ്റ് ആയി. അപ്പം 1,40,000 പ്ലസ് 33,000, അപ്പൊ ടോട്ടൽ എത്ര, 1,73,000. ക്ലിയർ അല്ലേ, 1,73,000. അതിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലുള്ള നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ലാഭം, 1,55,000 പ്രോഫിറ്റ് ഉണ്ട്. എല്ലാവർക്കും കൊടുക്കണ്ടേ, എല്ലാവർക്കും അവകാശമില്ലേ, റിട്ടയർമെന്റ് ഡെത്ത് സംഭവിക്കുന്ന തൊട്ട് മുമ്പത്തെ കാര്യങ്ങളല്ല ഇതൊക്കെ, അതിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കൊടുക്കണ്ടേ. അപ്പം റിയ കിയ അല്ലെ, ഈ ക്ലാസ് ആണ്, ഏതെങ്കിലും റിയ കിയ ഒക്കെ ഉണ്ടോ? ഓക്കെ, അപ്പൊ എന്താ, അങ്ങനെയാണ് കമന്റ് ചെയ്തോട്ടാ. ഓക്കെ, അപ്പം ഇത് ഡിവൈഡഡ് ബൈ 5, അപ്പം ഇതിന്റെ 1/5 2/5 2/5 അങ്ങനെയല്ലേ കൊടുക്കണ്ടേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 31,000 റിയക്ക് കിട്ടും, ബാക്കി രണ്ടുപേർക്കും 62,000 വെച്ചിട്ട് കിട്ടും അല്ലേ. ക്ലിയർ അല്ലേ, കാണിക്കണ്ടേ, ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കണ്ടേ. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന പ്രോഫിറ്റ് ആണ്, അപ്പൊ അവർക്ക് അങ്ങോട്ടേക്ക് കൊടുക്കണ്ടേ, പ്രോഫിറ്റ് ക്രെഡിറ്റ് അല്ലെ. റീവാലുവേഷന് പ്രോഫിറ്റ് വരുന്നുണ്ട് എത്ര, 62,000, 31,000, അതേപോലെ 62,000. അതായില്ലേ. യെസ്. അപ്പൊ അത് കംപ്ലീറ്റ് ആയി. അപ്പൊ നെക്സ്റ്റ് എന്താ, അപ്പൊ റീവാലുവേഷൻ കഴിഞ്ഞു. റീവാലുവേഷൻ 1,55,000 ടോട്ടൽ പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തു, 2:1:2 എന്ന റേഷ്യോ നമ്മൾ എന്ത് ചെയ്തു, കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ ഡെപ്റ്റിൽ അഡീഷണലി വരുന്ന പ്രോഫിറ്റ് അതുവരെ ഉണ്ടെന്നാണെങ്കിൽ അത് കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുവരെയുള്ള അതും കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓക്കെ, ആവറേജ് ക്യാപിറ്റൽ ഇതൊക്കെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ 6 മന്തിന്റെ ഇൻട്രസ്റ്റ് ആർക്ക് മാത്രം കൊടുത്താൽ മതിയടാ, കിയക്ക് മാത്രം കൊടുത്താൽ പോരെ, ബാക്കിയുള്ളവരൊക്കെ ഈ ഇയർ എൻഡ് ആവുന്ന സമയത്ത് അവർ നോക്കി കണ്ടല്ലോ എടുത്തോളൂ. ഇപ്പൊ ആർക്ക് മാത്രം കൊടുത്താൽ മതി, ഇപ്പം കിയക്ക് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, കിയക്ക് മാത്രമാണ് ഇപ്പൊ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ കിയക്ക് മാത്രം കൊടുക്കുന്ന സമയത്ത് 70,000. ഓക്കെ, അപ്പം നമ്മൾ ഇതിന്റെ മുകളിലാണ് കാൽക്കുലേറ്റ് അല്ല, ഈ കൊല്ലത്തെ കൊടുക്കുന്ന സമയത്ത്, ഈ കൊല്ലത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്ന സമയത്ത് ഈ കൊല്ലത്തെ ക്യാപിറ്റൽ കൃത്യമായിട്ട് നമുക്ക് എത്രയാണെന്നുള്ളത് അറിയാം. ഓക്കെ, അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ലാസ്റ്റത്തെ പ്രീവിയസ് ഇയേഴ്സിന്റെ ക്യാപിറ്റൽ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഏകദേശം കാരണം എക്സ്പെൻസ് ആയിട്ട് കുറക്കുമ്പോൾ എല്ലാവരുടെ ക്യാപിറ്റലും എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കുറക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ 6 മന്ത് വരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആർക്ക് മാത്രം കൊടുക്കുന്ന, കിയക്ക് മാത്രം. അപ്പൊ കിയന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എത്ര വരും, 70,000 ആയിരുന്നു, ഇൻറ്റു എത്ര പെർസെന്റ്, 12%, എത്ര മാസത്തേക്ക് മാത്രം കൊടുത്താൽ മതി, 6 മന്തിലേക്ക്. അപ്പം 70,000 ഇൻറ്റു 12% ഡിവൈഡഡ് ബൈ 6/12 ചെയ്യുമ്പോൾ എത്ര വരും, 4,200 വരും. അല്ലടാ, അത് ആർക്ക് കൊടുക്കുക, കിയക്ക് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ ഈ വർഷം ലാസ്റ്റ് നോർമലി അവരെന്ത് ചെയ്തോളൂ, ഈ വർഷത്തെ ലാസ്റ്റ്. ഇപ്പം കിയനെയാണ് നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടത്, ആ സെറ്റിൽമെന്റിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ എന്താ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആക്ച്വലി കൊടുക്കേണ്ട സമയം എത്തിയോ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആക്ച്വലി കൊടുക്കേണ്ട സമയം എത്തിയോ, ഇല്ല. ഇയർ എൻഡ് ആവുന്ന സമയത്ത് മാത്രമേ നമ്മൾ നോർമലി എന്ത് കൊടുക്കാറുള്ളൂ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാറുള്ളൂ. അപ്പൊ ആക്ച്വലി എന്ത് സംഭവിച്ചിട്ടില്ല, അപ്പൊ അഡ്വാൻസ്, അപ്പൊ എന്തായിട്ടില്ല, സമയമായിട്ടില്ല. ഈ ഇയർ എൻഡ് ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ട് ട്രേഡിങ്ങും പിയാനിലൊക്കെ വരച്ചിട്ട് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ബട്ട് ഇവിടെ ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് ഇയർ എൻഡ് ആവുന്നതിന് മുമ്പ് ഡെത്ത് സംഭവിച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പം പ്രോഫിറ്റ് ആയാലും അങ്ങനത്തെ നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആണ്, 6 മന്ത് വരെയുള്ള. അപ്പൊ 6 മന്ത് വരെയുള്ള പ്രോഫിറ്റ് ആയാലും ഇടയ്ക്കൊരു ഇലക്ട്രിസിറ്റി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ തളരരുത് വാ. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കേസും നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന പ്രോഫിറ്റിന്റെ കേസ് ആണെന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ മുൻകൂട്ടി കൊടുക്കുന്നതാണ്. ആക്ച്വലി ഇപ്പം ട്രേഡിങ്ങോ പിയാനിലോ വരച്ചിട്ട് ആ ഫിഗർ
കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ മുൻകൂട്ടി ഒരു എസ്റ്റിമേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നതാണ്, മുൻകൂട്ടി കൊടുക്കുന്നതാണ് 6 മന്ത് വരെ ഉള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ എൻറ്റയർ എമൗണ്ട് ഇൻട്രസ്റ്റും ക്യാപിറ്റലും പ്രോഫിറ്റും ഈ രണ്ട് എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യാം, പി ആൻഡ് സസ്പെൻസ് എന്ന് പറഞ്ഞ ഒരു അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന ഫിഗർ ആയതുകൊണ്ട് പി ആൻഡ് സസ്പെൻസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് കാണിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 4200 അല്ലെ, ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ എത്ര കൊടുക്കണം, കിയക്ക് 4200 കൊടുക്കാനുണ്ട്. അതേപോലെ എന്ത് വേണം, പി ആൻഡ് സസ്പെൻസ് എന്ന രീതിയിൽ 6 മന്തിന്റെ എന്ത് കൊടുക്കാനുണ്ട്, പ്രോഫിറ്റിന്റെ ഷെയർ നമ്മൾ കണ്ടുപിടിക്കേണ്ട, പ്രോഫിറ്റിന്റെ ഷെയർ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ, പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാനാ പറഞ്ഞേ, ഈ വർഷത്തെ പ്രോഫിറ്റ് എങ്ങനെ അസ്യൂം ചെയ്യാനാ പറഞ്ഞേ, കഴിഞ്ഞ ലാസ്റ്റ് 4 ഇയേഴ്സിന്റെ ആവറേജ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് 4 ഇയേഴ്സിന്റെ ആവറേജ് പ്രോഫിറ്റ് നമ്മൾ ഗുഡ്വില്ലിന് വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഗുഡ്വില്ലിന് വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എത്ര, 1,50,000. ബട്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്, ലാസ്റ്റ് 4 ഇയേഴ്സിന്റെ പ്രോഫിറ്റിൽ നിന്ന്, ലാസ്റ്റ് 4 ഇയേഴ്സിന്റെ ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് ആ കഴിഞ്ഞ വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറച്ചിട്ടാണ് എന്ത് കണ്ടുപിടിച്ചത്, ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചത്. ബട്ട് ഈ 36,000 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കഴിഞ്ഞ വർഷത്തെ ഏകദേശം ക്യാപിറ്റൽ വെച്ചിട്ട് കണ്ടുപിടിച്ചതാണ്. ബട്ട് ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് എത്ര, ഈ 6 മാസത്തേക്ക് അല്ലെ, ഈ 6 മാസത്തെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കൊല്ലം വരാൻ പോകുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലാണ് അല്ലെ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നെയായിരിക്കും ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. കാരണം നമുക്ക് ഇവിടെ അറിയാം ഈ കൊല്ലത്തെ ക്യാപിറ്റൽ ഇപ്പൊ ടോട്ടൽ എത്രയുണ്ട്, 4 lakh ആണ്. അതിന്റെ 12% ആയിരിക്കും ഈ വർഷത്തെ മൊത്തം എന്ത് കൊടുക്കേണ്ടി വരിക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടി വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞ പ്രോഫിറ്റ് 36,000 കുറക്കരുത്. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് ഓൺ പ്രോഫിറ്റ് അല്ലെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കുന്നതിന് മുമ്പത്തെ ആദ്യം എന്ത് കണ്ടുപിടിക്കുക, ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് അത് നമ്മളിവിടെ നേരത്തെ കണ്ടുപിടിച്ചില്ലേ, ഇൻട്രസ്റ്റ് ഓൺ പ്രോഫിറ്റ് അല്ലെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കുന്നതിന് മുമ്പത്തെ ആവറേജ് ക്യാപിറ്റൽ എത്ര, 1,86,000. മറ്റേ മെത്തേഡ് യൂസ് ചെയ്തവർക്ക് ചിലപ്പോൾ ഇപ്പൊ സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. ഏതാ, നേരത്തെ ഇവിടെ സെപ്പറേറ്റ്ലി കുറച്ച് ആൾക്കാരില്ലേ, അവർക്ക് ഇപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, സെപ്പറേറ്റ്ലി ഇതിന്റെ ആവറേജ് വേറെ കണ്ടുപിടിക്കേണ്ടി വരും. ബട്ട് ഈ മെത്തേഡ് ഫോളോ ചെയ്ത ആൾക്കാർക്ക് എന്താ, ഓൾറെഡി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കുന്നതിന് മുമ്പ്, പഴയ കൊല്ലത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കുന്നതിന് മുമ്പത്തെ ആവറേജ് എത്ര, 1,86,000. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കുന്നതിന് മുമ്പുള്ള ആവറേജ് പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 1,86,000 അല്ലെ, 1,86,000 ആയിരുന്നു. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിനെ പ്രോഫിറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കുന്നതിന് മുമ്പ് എത്ര പ്രോഫിറ്റ് കിട്ടും, 1,86,000 ഒരു കൊല്ലത്തേക്കുള്ളത് കിട്ടും, ഒരു കൊല്ലത്തെ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഒരു കൊല്ലത്തെ പ്രോഫിറ്റ് കിട്ടും. നമുക്ക് ഒരു കൊല്ലത്തെ വേണോ, ഒരു കൊല്ലത്തെ വേണ്ട. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, 6/2. നമുക്കിപ്പോ 6 മാസത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ 6 മാസത്തെ കാര്യങ്ങൾ മാത്രം നമുക്ക് 1,86,000 6 മാസത്തേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര മാത്രമേ ഉള്ളൂ, 6 മന്തിലേക്ക് പോകുന്ന സമയത്ത് എത്ര വരും, 93,000 മാത്രമേ 6 മന്തിന് എന്ത് വരും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കുന്നതിന് മുമ്പ് പ്രോഫിറ്റ്. ഇതിന് എന്ത് ചെയ്യുക, കറന്റ് ഇയറിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 6 മന്തിന്റെ എക്സ്പെൻസ് ഇല്ലേ, അത് കുറച്ചാൽ മാത്രമല്ലേ കറക്റ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കുമ്പോൾ ഇപ്പൊ ആർക്ക് മാത്രം കൊടുത്താൽ മതി, കിയക്ക് മാത്രം കൊടുത്താൽ മതി. ബട്ട് നമ്മളെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എല്ലാവരും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും നമ്മൾ എക്സ്പെൻസ് അല്ലേ, അപ്പൊ ഈ എല്ലാവരും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ടോട്ടൽ എല്ലാവരുടെ ക്യാപിറ്റൽ നോക്കുന്ന സമയത്ത് എത്ര ക്യാപിറ്റൽ ഉണ്ട്, 4 lakh ഉണ്ട്. ബട്ട് നമുക്ക് 6 മാസത്തെ പോലെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 4 lakh ഇൻറ്റു എത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം, 12% ഇൻട്രസ്റ്റ് കൊടുക്കണം. എത്ര മാസത്തേക്ക് മതി, 6/12 മതി അല്ലെ. അപ്പൊ 4 lakhന്റെ 12% 6/12 എന്ന് പറയുമ്പോൾ എത്ര വരും, 24,000 വരും. ഓക്കെ, ആ 24,000 നമ്മൾ ഈ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാക്കിയുള്ള പ്രോഫിറ്റ് എത്രയുള്ളൂ, 69,000 മാത്രമേ 6 മാസത്തെ പ്രോഫിറ്റ് ഉള്ളൂ. അതിപ്പോ എല്ലാവർക്കും കൊടുക്കണോ, വേണ്ട. അതിൽ കിയക്ക് മാത്രം കൊടുത്താൽ മതി. കിയന്റെ ഷെയർ എത്രയാ, ഇതിന്റെ 2/5 ആണ് കിയന്റെ ഷെയർ അല്ലെ, 2/5. അത് ആർക്ക് മാത്രം കൊടുക്കുക, കിയക്ക് 27,600 ആർക്ക് മാത്രം കൊടുക്കുക, കിയക്ക് മാത്രം കൊടുക്കുക അല്ലെ. അപ്പൊ പ്രോഫിറ്റിന്റെ 27,600 കിയക്ക് കൊടുക്കുക. ഇതൊന്നും ഇപ്പൊ ഇവർക്ക് കൊടുക്കുന്നില്ല. ആയില്ലേ, അഡീഷണൽ 2 കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ക്വസ്റ്റ്യനില് കിയനെ സെറ്റിൽ ചെയ്യണം, ഡിസീസിലെ പാർട്ണറെ സെറ്റിൽ ചെയ്യണം. ഫുൾ എമൗണ്ട് എന്ത് ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട്, ക്യാഷ്. അതായത് ഇവിടെ ബാങ്ക് ആണ് അല്ലെ. അപ്പൊ കിയക്ക് എത്ര കൊടുക്കാണ്ട്, തുടക്കത്തിൽ 1,70,000 ഓപ്പണിംഗ് ഉണ്ടായിരുന്നു അല്ലെ, 1,70,000 ആയിരുന്നോ 70 ആയിരുന്നോ, 70 അല്ലേ, നീ 1 കയറി വന്നേ,
യാ അത് തുടക്കത്തിൽ 70,000 ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, പ്ലസ് എന്ത് കിട്ടി, ഒരു 56 റിസർവ് കിട്ടി, 60,000 ഗുഡ് വില്ലിന്റെ കിട്ടി, 62 റീവാലുവേഷൻ കിട്ടി അല്ലെ, പിന്നെ ഒരു 4,200 6 മന്ത് ഇൻട്രസ്റ്റ് കിട്ടി, 27,600 6 മന്തിന്റെ പ്രോഫിറ്റ് കിട്ടി. അങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് എത്ര ഉണ്ട് 2,2,79,800 റുപ്പീസ് ഇപ്പൊ ആർക്ക് കൊടുക്കാണ്ട്, കേക്ക് കൊടുക്കാണ്ട്. അത് മൊത്തം നമ്മൾ എന്ത് ഉപയോഗിച്ച് കൊടുത്ത്, ക്യാഷ്, അതായത് ബാങ്ക് ഉപയോഗിച്ച് മൊത്തം എമൗണ്ട് 2,79,800 നമ്മൾ എന്ത് ചെയ്യുന്നടാ, സെറ്റിൽ ചെയ്യുന്നു. ഓക്കെ അല്ലെ? ഓക്കെ. അതിനുശേഷം ബാക്കിയുള്ള റിയനിങ്ങൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്ത് വെക്കുക, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? അത് ചെയ്യൂലേ? ജസ്റ്റ് എന്ത് ചെയ്യാ, ഈ സൈഡ് കൂട്ടാ, ഈ സൈഡ് കുറച്ചാൽ മതി. അത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ, നിങ്ങൾ സീനല്ല ഇപ്പോ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട്. അപ്പം എന്ത് ചെയ്യാ, ഈ കാര്യങ്ങൾ അല്ലെ, ഈ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മൊത്തം ഇതായിട്ടുണ്ട്. ഓക്കെ, റെക്കോർഡിങ് അതിന്റെ ഇടയിൽ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയി. ഓക്കെ, അപ്പൊ എന്താ ഈ ബാലൻസ് ചെയ്യുക, ഈ ബാലൻസിംഗ് ഒക്കെ അറിയാലോ. ഓക്കെ, ബാലൻസ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പിലെ ഡെത്ത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ബാക്കി 3 കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ടിങ് നോർമലി പറഞ്ഞതുപോലെ റിസർവ്, ഗുഡ് വില്, റിവാലുവേഷൻ, സാധാരണ അഡീഷണലി വന്ന പ്രോഫിറ്റും ഇൻട്രസ്റ്റും ക്യാപിറ്റലും അത് കൊടുത്തു, അത് സെറ്റിൽമെന്റ് ചെയ്തു. ഓക്കെ, ഇത് ക്യാഷ് ആയതുകൊണ്ട് ഫുൾ ബൈ ബാങ്ക് കാണിച്ചു, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഓക്കെ, മറ്റേടത്ത് ലോൺ അക്കൗണ്ട് ആണ് റിട്ടയർമെന്റ്, ഇവിടെ എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്ക് മാറ്റും. ഒന്നും പറയുന്നില്ലെങ്കിൽ, മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പൊ സെറ്റിൽമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ. ഓക്കെ, പിന്നെ മാർക്ക് ചെയ്ത് ഈ പിയാന്റെ സസ്പെൻസ് പ്രീപെയ്ഡ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഈ 2 ഫിഗറും ടോട്ടൽ ചെയ്തിട്ടുള്ള ഈ എൻറ്റയർ എമൗണ്ട് പിയാന്റെ സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരും. ബാലൻസ് ഷീറ്റ് വരക്കുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഇത് കാണിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ടാലി ആവില്ല. പിന്നെ റീവാലുവേഷൻ നടത്തുന്ന സമയത്ത് കുറെ അസറ്റിന്റെ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ മെമ്മറാൻഡ് അല്ല വരച്ചത്. മെമ്മറാൻഡ് വരച്ചതാണെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റിന്റെ സൈഡിൽ യാതൊരു ചേഞ്ചസും വരില്ല, കാരണം ഇതൊക്കെ എന്ത് ചെയ്യും, തലതിരിക്കും. ഓക്കെ, ബട്ട് ഇവിടെ നോർമൽ റീവാലുവേഷൻ ആയതുകൊണ്ട് ഈ വാല്യൂ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ ഈ ചേഞ്ചസ് ഒക്കെ വരുത്തണം ഇവിടെ എല്ലാ അക്കൗണ്ടിലും. അതുപോലെ ജോയിന്റ് ലൈഫ് പോളിസി എന്ന് പറഞ്ഞ അക്കൗണ്ട് ഇപ്പൊ ഇല്ല, അത് മൊത്തം സെയിൽ ചെയ്തു. അതിന് പകരം 2 lakh ബാങ്കിൽ വന്നതുപോലെ കാണിക്കണം. പിന്നെ അതേപോലെ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്കിൽ നിന്ന് ഇപ്പൊ നമ്മൾ ആരെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, കിയനെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ആ പൈസ ബാങ്കിൽ നിന്ന് കുറഞ്ഞതായിട്ടും കാണിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കാണിക്കണം. ഓക്കെ അല്ലെ? ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ ജനറൽ റിസർവ് മൊത്തം പോയി അല്ലെ, ജനറൽ റിസർവ് മൊത്തം നമ്മൾ എന്ത് കൊടുത്തു. പിന്നെ കിയ എന്ന് പറഞ്ഞ ആളിനി ഇല്ല. DNDയും റിയന്റിയും പുതിയ ബാലൻസിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്ത ഫിഗർ ഇല്ലേ, അത് കണ്ടുപിടിക്കണം. അങ്ങനെയൊക്കെ ചെയ്താലേ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യുള്ളൂ, ടാലി ആവുള്ളൂ. ഓക്കെ, ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ബേസിക് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? ഇതാണ് ഡെത്തിൽ വേണ്ട മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഇതിന് പുറമെ ക്വസ്റ്റ്യനിൽ വരുന്ന പ്രൊപ്പോർഷനേറ്റ് ചെയ്യുക കാര്യങ്ങൾ, അതൊക്കെയാണ് അഡീഷണൽ. അത് ക്വസ്റ്റ്യൻ പറയുന്നതിനനുസരിച്ചിട്ടാണ്. ഇനിയിപ്പം ഡെത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്നല്ല, ക്വസ്റ്റ്യൻസിന് അഡീഷണലി വരുന്ന കുറച്ച് കാര്യങ്ങൾ. നമ്മളിപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആവറേജ് പ്രോഫിറ്റ് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആവറേജ് പ്രോഫിറ്റ് ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കാത്തതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറച്ചു. അതിനുശേഷമാണ് എന്ത് കണ്ടുപിടിച്ചത്, ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചത്. ബട്ട് അവിടെ ആവറേജ് പ്രോഫിറ്റ് ഗുഡ് വില്ലിന് വേണ്ടി കണ്ടുപിടിക്കുന്ന സമയത്തും പ്രോഫിറ്റിന്, അതായത് 6 മന്തിന്റെ പ്രോഫിറ്റിന് വേണ്ടി കണ്ടുപിടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഗുഡ് വില്ലിന് വേണ്ടി കണ്ടുപിടിക്കുമ്പോൾ പ്രീവിയസ് ഇയേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നെ കുറക്കാം. ബട്ട് ഈക്വലത്തെ പ്രോഫിറ്റിന് വേണ്ടി കണ്ടുപിടിക്കുമ്പോൾ ഈക്വലത്തെ ക്യാപിറ്റൽ എന്താണോ അതിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോക്കാം. 2 എമൗണ്ട്, പഴയ ക്യാപിറ്റൽ ഉണ്ട്, പുതിയ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഗുഡ് വില്ലിന് പഴയ ക്യാപിറ്റലിന്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, അത് പ്രീവിയസ് ഇയേഴ്സിന്റെ ആവറേജ് ക്യാപിറ്റൽ. ബട്ട് ഈ വർഷത്തെ ക്യാപിറ്റൽ വേറെ തന്നെ തന്നിട്ടുണ്ട് എന്നാണെങ്കിൽ, വേറെ തന്നെ തന്നിട്ടുണ്ട് എന്നാണെങ്കിൽ ഈ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് കുറക്കാൻ. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കുന്നതിന് മുമ്പ് ആവറേജ് കണ്ടുപിടിച്ചിട്ട് ഈ വർഷത്തെ ക്യാപിറ്റലിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫൈൻഡ് ചെയ്തതിന് ശേഷം അത് കുറക്കുക. ആ ഡിഫറൻസ് ശ്രദ്ധിക്കുക. അത് മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്, ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ കാണിച്ചതാണ്. ഓക്കെ, പിന്നെ പറഞ്ഞു നോക്കി, ഇതേപോലത്തെ കുറെ റിസർവ്സ് ഇല്ലേ, ജനറൽ റിസർവ്, ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഫ്ലക്ച്വേഷൻ റിസർവ്, ബാഡ് ഡെറ്റ് റിസർവ്, ഇങ്ങനത്തെ റിസർവ് എന്ത് പേര് കണ്ടു കഴിഞ്ഞാലും ക്വസ്റ്റനിൽ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എന്നാണ്. ആ എല്ലാ റിസർവ്സ് എന്ത് ചെയ്യുക, സാധാരണ റിസർവ്, ഈ റിസർവ് ജനറൽ റിസർവിന് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ 2 റിസർവ്സിനും എന്ത് ചെയ്യുക, എല്ലാ പാർട്ട്നേഴ്സിനും മുകളിൽ റേഷ്യോ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ ലോസ്, ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ലോസ് വന്നു കഴിഞ്ഞാൽ സ്റ്റിൽ ലോസ് ആയതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ പാടില്ല. ലോസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ഓക്കെ, ഇവിടെ എത്ര ഉണ്ട്, 1 2 3 4 5 വർഷമാണ്. അപ്പൊ ഇത് 3 ഈ 4 എന്ത് ആഡ് ചെയ്യുക, അതിന് മൈനസ് എന്ത് ചെയ്യുക, ഇത് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ബൈ എന്ത് തന്നെ ചെയ്യണം, 5 തന്നെ ചെയ്യണം. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് ഒക്കെ ആഡ് ചെയ്യുക,
ലോസ് ഒക്കെ മൈനസ് ചെയ്യാം. എന്നിട്ട് എത്ര വർഷത്തെ ഉണ്ടോ അത്രയും എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ മൊത്തം ലോസ് അടക്കം 5 വർഷം ഉണ്ട്. അപ്പൊ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ ഡിവൈഡ് ബൈ 5 തന്നെ ചെയ്യണം. ലോസ് ആണെന്ന് വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല, അവോയ്ഡൻസ് നമുക്കില്ല, നോ ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, യാ നെക്സ്റ്റ് ഇതാ, ഡ്യൂറിംഗ് 2022 എ മോപ്പഡ് കോസ്റ്റിംഗ് 4,000 വാസ് പർച്ചേസ്ഡ് ആൻഡ് ഡെബിറ്റഡ് ടു ട്രാവലിംഗ് എക്സ്പെൻസ്. ഒരു മോപ്പഡ് ഒരു അസറ്റാണ് അല്ലെ, ഒരു അസറ്റ് വാങ്ങി, ആ അസറ്റ് പർച്ചേസ് ചെയ്തത്, ആ അസറ്റ് പർച്ചേസ് ചെയ്ത ട്രാവലിംഗ് എക്സ്പെൻസിലാണ് കാണിച്ച്, അതൊരു എക്സ്പെൻസ് ആണോ? അല്ല. അപ്പം ഇത് 2022 ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചത് കാരണം പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്, എക്സ്പെൻസ് കൂടി, ട്രാവലിംഗ് എക്സ്പെൻസ്, പ്രോഫിറ്റ് എന്തായിട്ടുണ്ടാവും, കുറഞ്ഞിട്ട്. അപ്പൊ 2022 പ്രോഫിറ്റ് തെറ്റാ അല്ല, ഇവിടെ ലോസ് വന്നിട്ടുണ്ട്, 12,000 ലോസ് ആണ്. അത്ര ലോസ് വരേണ്ട ആവശ്യമില്ല. അത്ര ലോസ് വരാനുള്ള കാരണം ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട് അല്ലെ, 4,000. അപ്പൊ ഈ ലോസ് ഒന്ന് ആരെ ഒഴിവാക്കണം, ഇത്രയും ലോസ് ഇല്ല അല്ലെ, എക്സ്പെൻസ്, തെറ്റായ എക്സ്പെൻസ് കൂട്ടിയത് കാരണം ലോസ് കൂടി പോയിട്ട്. അപ്പൊ ഈ ലോസ് ഒന്ന് കുറച്ചാലാണ്. അപ്പൊ എത്രയും ലോസ് ഉള്ളൂ, 8,000 മാത്രമേ എന്തുണ്ടാവുള്ളൂ, ലോസ് ഉണ്ടാവുള്ളൂ. കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, ബട്ട് ഇവിടെ എന്തുണ്ട്, അസറ്റിന് എന്തുണ്ടാവും, ഡിപ്രിസിയേഷൻ ഉണ്ടാവും. അപ്പൊ ആ വർഷം 2022 എന്ത് കൊടുത്തിട്ടില്ല, ഡിപ്രിസിയേഷൻ കൊടുത്തിട്ടില്ല. അപ്പൊ ആ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആണ്. അപ്പൊ ആ മൊത്തം ഫിഗർ എക്സ്പെൻസ് അല്ല, ആ 4,000 തിരിച്ചെന്ത് ചെയ്യണം, പ്രോഫിറ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. ബട്ട് അതിന്റെ എക്സ്പെൻസ് 25% നമ്മൾ എന്തായിട്ട് കാണിക്കണം, എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ ലോസ് ആണ്, അതായത് 12,000 ലോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, അതിൽ 4,000 എക്സ്പെൻസ് അല്ല, എക്സ്പെൻസ് അല്ലാത്തവണ് തിരിച്ചെന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. എക്സ്പെൻസ് കുറച്ചാണ് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ബട്ട് അതിന്റെ എക്സ്പെൻസ് 25% എന്തായിട്ട് കാണിക്കണം, എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം, ഡിപ്രീസിയേഷൻ. അപ്പൊ 1,000 എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം, ഡിപ്രീസിയേഷൻ. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ 12,000 ലോസിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു 4,000 തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു, അതിന്റെ 25. അപ്പൊ എത്രയോ ലോസ് വരുള്ളൂ, 9,000 ലോസ് മാത്രമേ ആ വർഷം ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനിയിപ്പം ഇനി 2019 സംഭവിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ 25%, ഓക്കെ, 2019 ഈ മോപ്പ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. ബട്ട് 25% എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഇല്ലേ, പിന്നീടുള്ള അങ്ങോട്ടേക്കുള്ള എല്ലാ വർഷത്തിലും ഡിപ്രീസിയേഷൻ വരും. കാരണം എന്താ, അത് ഇതുവരെ ആ റെക്ടിഫിക്കേഷൻ നടത്തി, ഇപ്പോഴാണ് റെക്ടിഫിക്കേഷൻ നടത്തുന്നത്. അപ്പം ഇത്രയും കാലം 2019 എക്സ്പെൻസ് ആയിട്ടാണ് കാണിച്ചത്, അങ്ങനെ ഒരു അസറ്റ് അവിടെ ഉണ്ടാവില്ല, ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവില്ല. അപ്പൊ 2019 ഡിപ്രീസിയേഷൻ കാണിച്ചിട്ടുണ്ടാവുന്നത് ശരിയാണ്. 2019 മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരു വർഷത്തിലും എന്ത് കാണിച്ചിട്ടുണ്ടാവില്ല, അപ്പൊ എല്ലാ വർഷത്തിലും എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ ചെയ്യണം. ബട്ട് ഇവിടെ 2022 ആയതുകൊണ്ട് അതിന് ശേഷമുള്ള വർഷം ഇല്ല. അപ്പൊ 2022 ഡിപ്രീസിയേഷൻ കാണിച്ചാൽ മതി. അതിനുശേഷം ഡിപ്രീസിയേഷൻ ഇനി ഈ വർഷം കാണിക്കണം അത്ര, ഇനി അങ്ങോട്ടേക്ക് കാണിക്കണം അത്ര. ബട്ട് അതിന് മുമ്പാണ് എന്ത് സംഭവിച്ചത്, ഡെത്ത് സംഭവിച്ചു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അതൊക്കെയാണ്. നെക്സ്റ്റ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നതാണ്. പിന്നെ അപ്പം ഇതാണ് ബേസിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമുള്ളൂ. അതായത് ഈ ഗുഡ് വിൽ, ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇതേപോലത്തെ പല മിസ്റ്റേക്ക് വരും, പല റെക്ടിഫിക്കേഷൻസ് വരും. പിന്നെ അബ്നോർമൽ ഐറ്റംസ് ഉണ്ട്, ഇൻഷുറൻസ് ക്ലെയിം കിട്ടുക, അതൊക്കെ അബ്നോർമൽ ഐറ്റംസ് ആണ്. അബ്നോർമൽ ഐറ്റംസ് ഒന്നും ഓക്കെ, അതൊക്കെ ഞാൻ മറ്റേ ബേസിന്റെ ആ ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷന്റെ കേസിൽ ആ ബേസിന്റെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ മറ്റേ ക്ലാസ്സിലെ, അതായത് ഇപ്പൊ ഞാൻ ഈ ക്യാമ്പിന്റെ രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ് അല്ല, ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഡീപ്പായിട്ട് പറയുന്ന ക്ലാസ്സിൽ അതിലൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഗുഡ് വിൽ കാൽക്കുലേഷന്റെ സമയത്ത് ഇതേപോലത്തെ റെക്ടിഫിക്കേഷൻ വരുന്ന എഫക്റ്റും അതുപോലെ അബ്നോർമൽ ആയിട്ടുള്ള ഐറ്റത്തിന്റെ എഫക്റ്റും അത് എന്തുകൊണ്ട് ഒഴിവാക്കണം, ആ റീസൺസ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ആ ഏരിയ പോയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കി വെക്കാം. അപ്പൊ ഇത്തരം ഡെത്തിലും നമ്മൾ ശ്രദ്ധിക്കണം, നോർമലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, എന്തുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അഭിപ്രായങ്ങൾ അറിയിക്കുക, സജഷൻസ് പറയാം. ഓക്കെ ഓക്കെ അല്ലേ, ബൈ.